നമസ്കാരം. AKG സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരനായിട്ടുള്ള സുഹൈൽ ഷാജഹാൻ അറസ്റ്റിലാകുന്ന സന്ദർഭത്തിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ബലിയാടാക്കപ്പെട്ട ഒരു ഇടതുപക്ഷ പ്രവർത്തകരുണ്ട്. പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള IP ബിനു, മുൻ നഗരസഭ കുന്നുകുഴി വാർഡ് കൗൺസിലർ. ഒരു സുപ്രഭാതത്തിലാണ് ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം കൊണ്ടുപിടിച്ച പ്രചരണം കിട്ടിയോ കിട്ടിയോ, അതായത് ഇതൊരു കൃത്രിമമായി നിർമ്മിച്ച സംഭവമാണെന്നും അതിന്റെ പേരിൽ ഇടതുപക്ഷം ചില കള്ളക്കഥകൾ മെനയുന്നു എന്നാണ് ചില മാപ്രകൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇതിനെ വരുത്താൻ ശ്രമിച്ചത്. അത് പേരെടുത്ത് പറയേണ്ടതുണ്ട്. ഏഷ്യാനെറ്റ്, മറുനാടൻ മലയാളി, ഒപ്പം ജനൻ TV ഉൾപ്പെടെയുള്ള സംഘപരിവാർ അനുകൂല ചാനലുകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയത് കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസുകാരുമാണെന്ന് അറിയാമായിരുന്നിട്ട് ആ വിഷയത്തിലേക്ക് അന്വേഷണം എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി അവർ പല തരത്തിലുള്ള കഥകൾ മെനഞ്ഞു. പല രൂപത്തിൽ പല ഭാവത്തിലുള്ള സംഘപരിവാർ മനസ്സുള്ളവരെ രംഗത്തിറക്കിക്കൊണ്ട് ഈ വിഷയം നടത്തിയത് കോൺഗ്രസിലേക്ക് എത്തിപ്പെടാതിരിക്കാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആകെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന പല തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ കൊണ്ടുവന്ന് പല രൂപത്തിൽ ഇവർ പല കഥകൾ മെനഞ്ഞു. ആ കഥകളെല്ലാം അവസാനം ക്രൈംബ്രാഞ്ച് പൊളിച്ചടുക്കിക്കൊണ്ടാണ് ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൈയോടെ പിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് ഈ അന്വേഷണത്തെ വഴിതിരിക്കാൻ വേണ്ടി അന്ന് സൃഷ്ടിച്ച ഒരു കഥയായിരുന്നു. AKG സെന്ററിലേക്ക് ബോംബാക്രമണം നടത്തിയത് IP ബിനു എന്ന വ്യക്തിയാണ്. അതിന് അവർ ഒരു കഥ മെനഞ്ഞത് അതുവഴി സഞ്ചരിച്ച ഒരു 2 വീലറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ 2 വീലർ ഓടിച്ച വ്യക്തിയെ IP ബിനു വിളിച്ചിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു കഥ മെനയാനും അതിന്റെ ഭാഗമായിട്ട് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഇരയാകേണ്ടി വന്നത്. ഇരയാകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ വലിയ വേട്ടയാടലാണ് ചെയ്യാത്തതിന്റെ പേരിൽ. കാര്യം കുറേയേറെ പേരെങ്കിലും മാധ്യമങ്ങളുടെ കൊണ്ടുപിടിച്ച ഒരു പ്രചരണത്തിൽ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യം ഉണ്ടായി. കാര്യം ഒരാൾ ഒരു സുപ്രഭാതത്തിൽ മനസാ വാച കർമ്മണ അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വാർത്ത അങ്ങ് വരികയാണ്. വാർത്ത ഒരു കേന്ദ്രത്തിൽ നിന്നല്ല, പല കേന്ദ്രത്തിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർ നിസ്സഹായരായി പോകും. കാര്യം ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് ഈ അനേകം പേരിലേക്ക് ഒരു നിമിഷം കൊണ്ടെത്തുന്ന ഒരു കള്ളത്തിനെതിരെ എങ്ങനെയാണ് തിരിച്ചു പ്രതികരിക്കാൻ കഴിയുക? അദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ച് പ്രതികളെ പിടിക്കുന്നതിന് വേണ്ടി പോലും അശ്രാന്തമായി പരിശ്രമിച്ചുകൊണ്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടി വന്നു. ആ വ്യക്തി, അതായത് IP ബിനു എന്ന വ്യക്തി, ഇന്നിപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരൻ അറസ്റ്റിലാകുമ്പോൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. സ്വാഭാവികമായി ശ്രദ്ധിക്കേണ്ട ഒരു കുറിപ്പാണ്. കാര്യം ആരാണോ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഇരയാക്കപ്പെടുന്നത് അവർ പറയുന്നതിനെയാണല്ലോ നാടിന് കേൾപ്പിക്കാനുള്ളത്. മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ദിവസത്തെ വാർത്താ കച്ചവടത്തിന് ഏതെങ്കിലും ഒരു ഇരയെ കിട്ടിയാൽ മതി. അങ്ങനെ ഈ AKG സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം അവർക്ക് കഥ കൊണ്ടുപോകാനായിട്ടുള്ള ഇരയായിരുന്നു IP ബിനു. അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികളെ ക്രൈംബ്രാഞ്ച് കൈയോടെ പിടിക്കുമ്പോഴും അന്ന് കൊടുത്ത വാർത്ത തെറ്റാണെന്ന് ആരും പറയാനും തയ്യാറായില്ല. അല്ലെങ്കിൽ വ്യക്തിയുടെ ഒരു പ്രതികരണം എടുത്തു കൊടുക്കാനുള്ള മാന്യത പോലും ഈ നാട്ടിലെ മാപ്രകൾ എന്ന് പറയുന്ന ചില തെമ്മാടി സ്വഭാവമുള്ളവർ കാട്ടിയിട്ടില്ലെന്ന് വളരെ ശക്തമായി പറയേണ്ടി വരികയാണ്. അപ്പോ ഇന്നത്തെ ദിവസം ആ മുഖ്യ പ്രതി അറസ്റ്റിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും പൂർണ്ണ ശോഭയോടുകൂടി തെളിയിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പങ്കുവച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റിന് വലിയ വാല്യൂ ഉണ്ടാകുന്നത്. അത് പൊതുസമൂഹം അറിഞ്ഞിരിക്കണം, കേട്ടിരിക്കണം. നമുക്ക് ആ പോസ്റ്റിലേക്ക് ഒന്ന് പോയിട്ട് വരാം. എന്റെ പാർട്ടിയുടെ ആസ്ഥാനമായ AKG സെന്റർ ഇരുട്ടിന്റെ മറവിലാണ് സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ചത്. കൊടും ക്രിമിനലുകൾ വലിയ ആസൂത്രണത്തോടെയാണ് അത് നടത്തിയത്. അതുകൊണ്ട് തന്നെ പ്രതികളെ പിടികൂടാൻ ആദ്യമൊന്നും പോലീസിന് സാധിച്ചില്ല. പ്രതികളെ കിട്ടാതായതോടെയാണ് അത് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാനായി പിന്നെ ചില മാധ്യമങ്ങളുടെ ശ്രമം. എന്നിലും എന്റെ പ്രസ്ഥാനത്തിലും ആ പാപഭാരം അടിച്ചേൽപ്പിക്കാനായിരുന്നു ഗൂഢ പദ്ധതി. അതിന് തിരക്കഥ ഒരുക്കിയവർ പ്രധാനമായും 3 പേരാണ്. ഒരു ചാനലിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ തലവനെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ഒരാൾ. അന്ന് മറ്റൊരു ചാനലിലായിരുന്നു ഈ മാന്യൻ. പിന്നെ വെനം ചാനലിലെ ഒരു വർഗീയ വിഷജീവി, മാധ്യമ പ്രവർത്തനത്തെ വ്യഭിചരിച്ച് ജീവിക്കുന്ന അധാർമികതയുടെ ആൾരൂപമായ മറ്റൊരുവൻ. ഇവരുടെ ഈ പ്രചരണം ഏറ്റുപിടിച്ചതാകട്ടെ KPCCയുടെ അധ്യക്ഷൻ സുധാകരനും. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെ തന്നെയായിരുന്നു ആക്രമണമെന്ന് നേരത്തെ തെളിഞ്ഞതാണ്. ബോംബെറിഞ്ഞ ശേഷം UK കടന്ന 2ാം പ്രതിയും ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിൽ പിടിയിലായി കഴിഞ്ഞു. അവർ ആരാണെന്ന് അറിയാമോ? സുധാകരന്റെ അടുത്ത അനുയായി. എല്ലാ അധമ പ്രവർത്തനത്തിനും ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയ അടിമയാണ് സുഹൈൽ ഷാജഹാൻ എന്ന കൊടും ക്രിമിനൽ. അന്ന് എന്നെ പഴി പറഞ്ഞ മാധ്യമങ്ങളും സുധാകരനും ഇനിയെങ്കിലും തിരുത്തി പറയാൻ തയ്യാറാകുമോ? പ്രതീക്ഷയില്ല. പക്ഷേ സത്യം എന്നും ജയിക്കും. ലാൽ സലാം. ഇതാണ് IP ബിനു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റിൽ തന്നെ വളരെ കൃത്യമായിട്ട് സുഹൈൽ ഷാജഹാനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട്. കാര്യം സുധാകരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് സുഹൈൽ ഷാജഹാൻ എന്നുള്ള കാര്യം ഇവിടെ പകൽ പോലെ വ്യക്തമാണ്.
അത് ഒരു പരസ്യമായ രഹസ്യം കൂടിയാണ്. എന്നിട്ട് പോലും മാധ്യമങ്ങൾ ഈ കഥ മെനയുമ്പോൾ തന്റെ അനുയായെ രക്ഷിക്കാൻ വേണ്ടി അതൊരു കവചമായി എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് IP ബിനുവിലേക്ക് വീണ്ടും ഇത് തിരിച്ചുവിടാൻ സുധാകരനും കൊണ്ടുപിടിച്ച ശ്രമം നടത്തി എന്ന് അന്നത്തെ പ്രതികരണങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇതിലൂടെ എന്താണ് ബോധ്യപ്പെടുന്നത്? ഇവിടെ ഈ ആടിനെ പട്ടിയാക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മാധ്യമങ്ങളും ചിലരും ചേർന്ന് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തെമ്മാടി പ്രവർത്തനമാണ്. അവർക്ക് ഇടതുപക്ഷത്തുള്ളവരെ കരുവാക്കുക, വാർത്ത സൃഷ്ടിക്കുക, അതിന്റെ പേരിൽ വാർത്താ കച്ചവടം നടത്തുക. അതിന്റെ ഒരു ഇരയായി മാറിയ വ്യക്തിയാണ് IP ബിനു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ ഒരു നിരപരാധി ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് ഒരു സുപ്രഭാതത്തിൽ ഒരു കഥ ഉണ്ടാക്കി, അതുവഴി സഞ്ചരിച്ച ഒരു വാഹനത്തിന്റെ നമ്പർ എടുത്ത് അതിന്റെ ഉടമയെ IP ബിനു വിളിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് IP ബിനു ആണ് ഇത് ചെയ്തതെന്ന് ഒരു തെളിവിന്റെ അടിസ്ഥാനമില്ലാതെ ഒരു കൊണ്ടുപിടിച്ച പ്രചരണത്തിന് അങ്ങ് തുടക്കം കുറിക്കുന്നു. കോൺഗ്രസ് അത് ഏറ്റെടുക്കുന്നു. CPM ആണ് ചെയ്തതെന്നുള്ള രീതിയിൽ ഈ നാട്ടിലേക്ക് വലിയ പ്രചരണം നടത്തുകയാണ്. എന്തൊരു തെമ്മാടിത്തമാണിത്! ഇതാണോ മാധ്യമ പ്രവർത്തനം? ആ മാധ്യമ പ്രവർത്തനമാണ് ഈ നാട്ടിൽ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല, തകർന്നടിയേണ്ടതുണ്ട്, അല്ലെങ്കിൽ തകർക്കേണ്ടതുണ്ടെന്ന് പറയേണ്ടി വരുന്നത്. ചിലരെല്ലാം ഈ ആട്ടിൻ തോലിട്ട ചെന്നായികൾ എന്ന പോലെ തന്നെ മാധ്യമ വേഷത്തിൽ ഇരിപ്പുണ്ട്. ഭൂലോക ഫ്രോഡുകൾ എന്ന് പറയേണ്ടി വരികയാണ്. കാര്യം അവരുടെ ഉദ്ദേശം നീതി, അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടുന്നവന് അത് ലഭ്യമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശവുമല്ല. കച്ചവടത്തിലൂടെ അവർക്ക് പണം ഉണ്ടാക്കുക, വാർത്ത എന്ന ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ കയറിയിരുന്ന് വായി തോന്നുന്നത് ഇടതുപക്ഷത്തിനെതിരെ കുരയ്ക്കുക, ഇത് മാത്രമാണ്. ആ തെമ്മാടി കൂട്ടങ്ങൾ ചെയ്ത ഒരു നെറികെട്ട പ്രവർത്തനമാണ് ഇപ്പോ പൊളിഞ്ഞടുങ്ങി വീണിരിക്കുന്നത്. അപ്പോഴും അന്ന് ഇരയാക്കപ്പെട്ട IP ബിനു എന്ന വ്യക്തി നീതി കിട്ടാതെ നിലകൊള്ളുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമോ അദ്ദേഹത്തിന്റെ പേരിൽ കൊടുത്ത വാർത്ത തെറ്റാണെന്ന് ഇതുവരെ ഏഷ്യാനെറ്റോ ജനൻ ടിവിയോ മറുനാടനോ പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി അവരെല്ലാം ഏത് വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു? അലവലാദികൾ. അതായത് മാധ്യമങ്ങളെ വ്യഭിചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില അലവലാദികൾ കൂടി നമ്മുടെ നാട്ടിൽ ഈ മേഖലയിൽ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായികളെ പോലെ നിലകൊള്ളുന്നുണ്ടെന്ന് വളരെ കൃത്യമായി തെളിയിക്കുന്നതാണ് ഈ സംഭവം.